നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു വിരൽ നഷ്ടമായെന്നാൽ 50 ലക്ഷമോ 1 കോടിയോ ഒക്കെ കൊടുത്താൽ പോലും ചിലപ്പോൾ അത് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റാതെ വരും. പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസൊക്കെ കാലിൽ ഒരു വിരൽ പോയി കഴിഞ്ഞാൽ അത് ഗാംഗ്രീൻ അടിച്ച് ഡയബറ്റീസ് കൺട്രോൾ ആകാതെ അതിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായിട്ടും മാറി ഇല്ലാണ്ടായി അത് മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നാൽ പിന്നെ അത് എത്ര ലക്ഷങ്ങളോ കോടികളോ കൊടുത്തെന്നാൽ പോലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ ഞാനൊരു പേഷ്യൻറ്റിനെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ ഈ തമ്പ് റീകൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് 4 വിരലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരു വിരൽ എടുത്ത് തമ്പായിട്ട് ഇങ്ങോട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവന് പരീക്ഷ എഴുതാനും പഠിക്കാനും ഒക്കെ ഈ തമ്പ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഫിംഗർ ആയതുകൊണ്ട് അതിങ്ങനെ മാറ്റിയിരിക്കുകയാണ്. അവന് അലർജിയുടെ പ്രശ്നങ്ങളുണ്ട്. ദേഹത്തും മുഖത്തും എല്ലാം ഭയങ്കരമായിട്ടുള്ള അലർജിക് റാഷസ് ഉണ്ട്. അപ്പോൾ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും സോറിയാസിസും സെബോറിക് ഡെർമറ്റൈറ്റിസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇതിന് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുകയും ഒമാലിസുമാബ് എന്ന് പറയുന്ന നമ്മുടെ അലർജിയുടെ 18ാമത്തെ അടവാണ് ഈ ഇഞ്ചക്ഷൻ ഒമാലിസുമാബ് എന്ന് പറയുന്നത്. അതെടുത്ത് അതിൽ നല്ല രീതിയിൽ തന്നെ കുറവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാലിസുമാബ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി IgE ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. നമുക്ക് അലർജി ഉണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് IgE ലെവൽ ബ്ലഡ് കൂടുതലാക്കി ഉണ്ടാക്കുകയും അത് തന്നെ ഒരുപാട് ചൊറിച്ചിൽ, മൂക്കടപ്പ്, തുമ്മൽ, ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയൊക്കെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ, ടാനിങ് ഒക്കെ വളരെ അധികം ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഈ തരത്തിൽ അതിൻ്റെ 18ാമത്തെ അടവാണെങ്കിലും നമ്മൾ എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ അഗ്നേവ് എന്തിനാണ് പഠിക്കുന്നത്? +2. ആരാവണമെന്ന് ആഗ്രഹം? വാട്ട് ഈസ് യുവർ അംബിഷൻ? ഡിസൈനർ. ഓക്കെ. അഗ്നേവിന് ഒരു കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു അല്ലേ? ടെട്രോളജി ഓഫ് ഫലറ്റ്, TOF എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്തതാണ്. എക്സിമ, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരാളിൽ നമ്മൾ ഒമാലിസുമാബ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അത്ര സാധാരണമല്ല. ഇച്ചിരി വില കൂടിയ ഇഞ്ചക്ഷനാണ്. എന്നാലും ഇത്രയും റാഷസും എക്സിമയും ഉള്ളപ്പോഴത്തേക്കും നമുക്ക് കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പഠിക്കാനായിട്ടും ജോലി ചെയ്യാനുമായിട്ടൊക്കെ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. താങ്ക് യു സോ മച്ച്.